തിരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം ഉയർന്നു വരുന്ന ഒരു പ്രശ്നമാണ് CPI-CPM ഇഷ്യൂ. ഉപനേതൃസ്ഥാനം വേണം, അതായത് ഉപപ്രതിപക്ഷ നേതാവ് സ്ഥാനം വേണം എന്ന് ബിനോയ് വിശ്വം CPIക്ക് വേണമെന്ന് ബിനോയ് വിശ്വം ആവശ്യപ്പെട്ടിരുന്നു. പക്ഷെ CPM ഇതുവരെ നൽകാൻ തയ്യാറായില്ല. LDF കൺവീനറായ TP രാമകൃഷ്ണൻ പറയുന്നു, പ്രശ്നങ്ങളൊന്നുമില്ല, ഞങ്ങൾ പരസ്പരം സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ശരിക്കും ഇതൊരു സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നമാണോ? ഒരിക്കലും ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മുടെ മുഖ്യമന്ത്രി ആരാണ് എന്ന് ചോദിച്ചുകൊണ്ടിരുന്നവരാണ് അവർക്കൊരു പ്രതിപക്ഷ നേതാവ് സ്ഥാനം കൊടുക്കാൻ പോലും കഴിയാതെ മാസങ്ങളായി അതിങ്ങനെ വലിച്ചു നീട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി അല്ലെങ്കിൽ മുഖ്യമന്ത്രി ആരാകും എന്ന് പറഞ്ഞപ്പോൾ 3 ഓപ്ഷനുകളെങ്കിലും ഉണ്ടായിരുന്നു. ഈ പറഞ്ഞ ഗ്രൂപ്പ് കളിയല്ലേ, കോൺഗ്രസിനുള്ളിൽ ഗ്രൂപ്പ് കളിയല്ലേ എന്ന് ചോദിക്കുമ്പോഴും ഈ ഗ്രൂപ്പുകളിലെല്ലാം നിന്ന് മുന്നോട്ട് വരാൻ ഒരാൾ ഉണ്ടായിരുന്നു. എല്ലാവരുടെയും അഭിപ്രായം കേൾക്കുന്ന ഒരു പാർട്ടി കൂടിയായിരുന്നു കോൺഗ്രസ്. അപ്പോൾ UDFന്റെ ഒരു മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കാൻ കുറച്ച് സമയമെടുത്തു. എന്നാലും അത് ഒരുപാട് സമയമാണ് ഞാൻ വിശ്വസിക്കുന്നില്ല. മുഖ്യമന്ത്രി 2 മാസത്തോളം ഇവിടെ ഭരണം നടത്തുകയും ചെയ്തു. അപ്പോൾ ഇടതുപക്ഷത്ത് ഇപ്പോൾ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്? CPI ആവശ്യപ്പെട്ടത് ഒരു പ്രതിപക്ഷ നേതാവ് സ്ഥാനമാണ്. അത് ഈ പറഞ്ഞ എന്തെങ്കിലും ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന സ്ഥാനമല്ല. അതിന് എനിക്ക് തോന്നുന്നു ആകെയുള്ള ഒരു പ്രിവിലേജ് എന്ന് പറയുന്നത് ഒരു സെപ്പറേറ്റ് ഓഫീസ് റൂം ഉണ്ട് എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ CPIയുടെ ആവശ്യം ഈ പറയുന്ന പോലെ ഒരു സെപ്പറേറ്റ് ഓഫീസിലിരുന്ന് പണിയെടുക്കുക എന്നുള്ളതല്ല. അവർക്ക് പ്രാതിനിധ്യമാണ് ആവശ്യം. അവരുടെ രണ്ടാമത്തെ ഏറ്റവും വലിയ ഘടകകക്ഷിയായി നിൽക്കുന്ന CPIക്ക് എന്തുകൊണ്ട് ഈ പ്രാതിനിധ്യം നൽകുന്നില്ല? ഇതിന്റെ തോട്ട് വരുന്നത് എന്ന് പറയുന്നത് സുപ്രധാനമായ പല തീരുമാനങ്ങളും CPM ഒറ്റയ്ക്കെടുക്കുന്ന ഒരു ഘട്ടം ഉണ്ടായപ്പോഴാണ്. ഇപ്പോൾ കഴിഞ്ഞ LDF സർക്കാർ, അത് LDF സർക്കാരായിരുന്നു, CPMന്റെ സർക്കാരല്ല. അതിനുള്ളിൽ CPIയുടെ മന്ത്രിമാരുണ്ടായിരുന്നു, CPIയുടെ MLA മാരുണ്ടായിരുന്നു. ഇവരെല്ലാം കൂടി ചേർന്നൊരു സർക്കാർ രൂപീകരിക്കുമ്പോൾ CPMന്റെ തീരുമാനങ്ങൾക്ക് മാത്രം വില കൽപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോഴാണ് CPIക്കും ഒരു പ്രാതിനിധ്യം ഉണ്ടാകണമെന്നുള്ളൊരു ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നത്. എന്തുകൊണ്ടാണ് CPM അത് സമ്മതിക്കാൻ ബുദ്ധിമുട്ടുന്നത്? പ്രതിപക്ഷ നേതാവ് ആരാണ്? CPMന്റെ നേതാവാണ്. അപ്പോൾ ഉപപ്രതിപക്ഷ നേതാവ് സ്ഥാനം എന്ന് പറയുന്ന ഒരു സ്ഥാനം കൊടുക്കുന്നതിൽ എന്ത് ബുദ്ധിമുട്ടാണുള്ളത്? ഇപ്പോൾ CPIക്ക് ശരിക്കും പറഞ്ഞാൽ CPMലുള്ള വിശ്വാസം അല്ലെങ്കിൽ LDF എന്ന മുന്നണിയോടുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു പോയി എന്ന് വേണം മനസ്സിലാക്കാൻ. ഇപ്പോൾ ഇടതുപക്ഷ ആശയങ്ങൾ ഇപ്പോഴും പേറുന്നുണ്ട് എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ടാണ് CPI ഇപ്പോഴും മുന്നണി വിട്ടുപോകാതെ നിൽക്കുന്നത്. കഴിഞ്ഞ ദിവസം ബിനോയ് വിശ്വം അത് വ്യക്തമാക്കുകയും ചെയ്തു. CPIയുടെ നിലപാട് എന്ന് പറയുന്നത് എപ്പോഴും ഇടതുപക്ഷ നിലപാടാണ്, കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾക്കൊപ്പമാണ് എപ്പോഴും നിൽക്കുന്നത്. UDFിലേക്ക് വരവുണ്ടോ അല്ലെങ്കിൽ UDFിലേക്ക് ഇപ്പൊ വരും എന്ന് വിചാരിച്ചിരുന്ന ഒരു ഘട്ടത്തിൽ പോലും അത്തരമൊരു തീരുമാനമെടുത്തിട്ടില്ല. പക്ഷെ ആ ഒരു മുന്നണി മര്യാദ പോലും CPM CPIയോട് കാണിച്ചിട്ടില്ല. ഇപ്പോൾ ഈ വിശ്വാസം നഷ്ടപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് PM ശ്രീ വിഷയമായിരുന്നു. ഈ PM ശ്രീ വിഷയത്തിൽ വലിയ പിടിവാശികൾക്ക് അവസാനം CPM അല്ലെങ്കിൽ സർക്കാർ പറയുന്നു ഈ പദ്ധതിയിൽ നിന്ന് പിന്മാറും, PM ശ്രീയിൽ നിന്ന് പിന്മാറാനായി കേന്ദ്രത്തിന് കത്തയക്കുമെന്ന് പറഞ്ഞിട്ട് പോലും ഇപ്പോൾ VD സതീശൻ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം നമ്മൾ അറിയുകയാണ് അത്തരത്തിലൊരു കത്തയച്ചിട്ടില്ല. കേന്ദ്രത്തിന് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഒരു കത്ത് പോയിട്ടില്ല. വിദ്യാഭ്യാസ ഡയറക്ടറുടെ ഭാഗത്തു നിന്ന് ഈ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകാൻ ചില ആശയ പ്രശ്നങ്ങളുണ്ട് എന്ന് മാത്രമാണ് അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ LDF എന്നുള്ള മുന്നണി CPIയോട് ചെയ്യുന്നത് കൊടും ചതി തന്നെയാണ്. അപ്പോൾ ഇതിന് കഞ്ഞി വെക്കുന്നത് പോലെയാണ് ഇപ്പോൾ മുന്നണിയുടെ കൺവീനർ സംസാരിക്കുന്നത്. TP രാമകൃഷ്ണൻ എന്ന് പറയുന്നത് LDF മുന്നണിയുടെ കൺവീനറാണ്. ആ പദവിയിൽ ഇരിക്കുന്ന ഒരാൾ എന്ന നിലയിൽ ഇതിനൊരു അക്കൗണ്ടബിലിറ്റി എടുക്കേണ്ട ഒരു അവസ്ഥയുണ്ട്. അദ്ദേഹം പറയുന്നത് ചർച്ചകൾ നടക്കുകയാണ്, പക്ഷെ ഇന്ന് ഈ പറഞ്ഞ ഉഭയകക്ഷി ചർച്ച നടക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ബിനോയ് വിശ്വം പറയുകയാണ്, ഞാൻ അറിഞ്ഞിട്ടില്ല, എന്നെ ആരും അറിയിച്ചിട്ടില്ല എന്ന്. ഇപ്പോൾ ഇടതുപക്ഷം ഇങ്ങനെ ഈ വലിയ കാറ്റിലും പിടിച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ അത് CPIയുടെ ആശയങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ടാണ്. എന്നിട്ട് പോലും എന്തുകൊണ്ടാണ് അവർക്ക് ആ മര്യാദ കൊടുക്കാത്തത് എന്നാണ് ആലോചിക്കുന്നത്. ഇത് പണ്ട് മുതലേ അങ്ങനെയാണ്. CPM ആണ് LDF എന്നുള്ള രീതിയിലാണ് എല്ലാവരും പെരുമാറുന്നത്. CPI ഒരു ഡമ്മിക്ക് തുല്യമാണ്. നമുക്കറിയാം പ്രതിപക്ഷ സ്ഥാനം, അതായത് പിണറായി വിജയനാണ് തിരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം ഏറ്റവും കൂടുതൽ നേരിട്ടത്, ജനങ്ങളിൽ നിന്ന് നേരിട്ടത് പിണറായി വിജയൻ. തോൽവിക്ക് കാരണം പിണറായി വിജയനാണെന്നുള്ള രീതിയിലായിരുന്നു വന്നത്. രീതിയിലല്ല, അത് തന്നെയായിരുന്നു സത്യം. എന്നിട്ട് പോലും പ്രതിപക്ഷ സ്ഥാനത്തേക്ക് അദ്ദേഹത്തെ തന്നെ, പിണറായിയെ തന്നെയാണ് തിരഞ്ഞെടുത്തത്. അതും CPIയോട് വലിയ തങ്ങളുടെ അഭിപ്രായം ഒന്നും ചോദിക്കാതെയായിരുന്നു ഈ നേതാവ് സ്ഥാനം. അപ്പൊ അവര് ഉപപ്രതിപക്ഷ നേതാവ് സ്ഥാനം ചോദിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. പക്ഷെ ഇപ്പോൾ നമ്മൾ കാണുന്നത് KN ബാലഗോപാൽ ആണ് ഉപപ്രതിപക്ഷ നേതാവിന് തുല്യമായിട്ട് നിൽക്കുന്നത്. അതായത് പിണറായി വിജയൻ ഇല്ലെങ്കിൽ അല്ലെങ്കിൽ അടുത്തത് KN ബാലഗോപാൽ ആണ് ഏതൊരു സഭയിലും സംസാരിക്കാനും ഒക്കെ വരുന്നത്. അവിടെയും ബിനോയ് വിശ്വം ഉന്നയിക്കുന്നത് വളരെ കാര്യമായ കാര്യമാണ്. കുറേ വട്ടം പറഞ്ഞു ഇത് നൽകിയില്ലെങ്കിൽ തങ്ങൾ വലിയ നടപടിയിലേക്ക് പോകും, വേറെ പാർട്ടിയിലേക്ക് പോകാൻ. പാർട്ടിയിലേക്ക് പോകാന്ന് പറയുന്നില്ല, പക്ഷെ നമ്മൾ
ചിന്തിച്ചിരുന്നു പാർട്ടി മാറിപ്പോകുന്നു. അപ്പോഴും മുമ്പേ പറഞ്ഞതുപോലെ അതേ ആ CPM, അതായത് LDF എന്നുള്ള പാർട്ടിയോട് ഒരു കൂറുണ്ടായത് കൊണ്ടാണ് ഇപ്പോഴും നിൽക്കുന്നത്. ഇപ്പം 8 പേരുണ്ട് CPIയിൽ ഇപ്പം ജയിച്ചവരില്. LDFിൽ 35 പേര് ജയിച്ചതിൽ 8 പേര് CPI ആണ്. അപ്പം അവർക്ക് ആ ഒരു CPI അല്ല ഉപപ്രതിപക്ഷ നേതാവ് സ്ഥാനം നൽകിയാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. എനിക്കൊന്ന് പിണറായി വിജയനാണെന്ന് തോന്നുന്നു ഏറ്റവും കൂടുതൽ പ്രശ്നം. അദ്ദേഹത്തിനോട് ഇതിനെപ്പറ്റി ചോദിക്കുമ്പോൾ പറയാനൊരു കാര്യമില്ല, എനിക്കിതിനെപ്പറ്റി പറയാൻ താല്പര്യമില്ല എന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം മൊത്തം. അപ്പം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ 8 പേരും അങ്ങോട്ടും മറുകണ്ട, അതായത് CPIയിലുള്ള എല്ലാ ആൾക്കാരും ഈ പാർട്ടി വിടാനല്ല പാർട്ടിയെ വെറുക്കാൻ കാരണമാകും തോന്നുന്നു. അതെ, തീർച്ചയായിട്ടും. ഇപ്പോൾ ഈ KN ബാലഗോപാലിന്റെ കാര്യം പരാമർശിച്ചല്ലോ. ഈ കോക്കസ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ പിണറായി വിജയൻ കഴിഞ്ഞാൽ MV ഗോവിന്ദൻ കഴിഞ്ഞാൽ പിന്നെ KN ബാലഗോപാൽ എന്നൊരു തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് അല്ലെങ്കിൽ സഭയിൽ പിണറായി വിജയന് ശേഷം വരാനുണ്ടായിരുന്നത് P രാജീവ് ആണെങ്കിൽ പോലും അദ്ദേഹം തോൽക്കുന്ന സാഹചര്യത്തിൽ KN ബാലഗോപാലാണ് മുന്നോട്ട് വരുന്നത്. ഇപ്പോൾ കൊട്ടാരക്കരയിലാണെങ്കിൽ പോലും കൊട്ടാരക്കരയിലെ രാഷ്ട്രീയം നോക്കുകയാണെങ്കിൽ ഐഷ പോറ്റി മുന്നിലേക്ക് വരുമെന്നുള്ളൊരു സാഹചര്യം ഉണ്ടായപ്പോൾ അവരെ മാറ്റി നിർത്തിയതും KN ബാലഗോപാലിനെ മുന്നിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ഇതിൽ ഈ പറഞ്ഞ ഒരു കോക്കസ് രാഷ്ട്രീയമുണ്ട്. ഈ പറഞ്ഞ ലോബികളുടെ മത്സരം, KN ബാലഗോപാലിനെ മുന്നിലേക്ക് എത്തിക്കാനുള്ളൊരു മത്സരം അവിടെ നടക്കുന്നുണ്ട്. അപ്പോഴും തഴയുന്നത് CPI എന്ന് പറയുന്ന വിശ്വസ്തരായ ഒരു ഘടകകക്ഷിയാണ്. എല്ലാ കാലത്തും എനിക്ക് തോന്നുന്നു ഈ വയനാട് തുരങ്കപാത നിർമ്മാണ സമയത്ത് പോലും CPIക്ക് ഇതിൽ കുറെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ പറഞ്ഞ ഫാസ്റ്റ് ലൈൻ, നമ്മുടെ സിൽവർ ലൈൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് അവർക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ പോലും മുന്നണി മര്യാദ പാലിച്ചുകൊണ്ടാണ് അവർ ആ അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം വലിയ പ്രതിഷേധങ്ങളായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാതിരുന്നത്. അപ്പോഴും അവരുടെ ഇഷ്ടങ്ങൾക്ക് അല്ലെങ്കിൽ അവരുടെ അഭിപ്രായങ്ങൾക്ക് മാനം കൊടുക്കാത്തൊരു കാലമുണ്ടായിരുന്നു. എപ്പോഴും CPMന്റെ തണലിലാണോ CPI കഴിയേണ്ടത് അല്ലെങ്കിൽ അവർ രാഷ്ട്രീയ പ്രവർത്തനം നടത്തേണ്ടത് എന്നുള്ളൊരു ചോദ്യം പൊതുജനം ചോദിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇങ്ങനെ തണലിൽ വളർന്ന് മതിയായത് കൊണ്ടായിരിക്കാം ഇപ്പോൾ അതിന് താല്പര്യമില്ല, ഞങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് നിൽക്കണം എന്നുള്ളൊരു ആഗ്രഹവുമായി മുന്നോട്ട് വരുന്നത്. ചിലപ്പോൾ എനിക്ക് തോന്നുന്നു CPIയുടെ ആശയങ്ങൾക്ക് ഇപ്പോഴും മൂല്യച്യുതി സംഭവിച്ചിട്ടില്ല. ഇപ്പോൾ നമ്മൾ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളുടെ മൂല്യച്യുതിയുടെ കാര്യം സംസാരിക്കുകയാണെങ്കിൽ CPM ആണ് എപ്പോഴും മൂല്യങ്ങളിൽ ഇടിവ് സംഭവിച്ചിട്ടുള്ളത്. CPI ഇപ്പോഴും ആ ആശയങ്ങളിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഭയമായിരിക്കാം CPI തനിക്ക് മുകളിൽ വളരുമോ എന്നുള്ളൊരു ഭയത്തിന്റെ പുറത്തായിരിക്കാം ഈ പറഞ്ഞ ചെറിയൊരു പദവി കൊടുക്കാൻ പോലും ഇത്രയും അസഹിഷ്ണുത കാണിക്കുന്നത്. CPI ഇപ്പൊ മുമ്പ് നേരത്തെ പറഞ്ഞല്ലോ, CPMലെ കുറെ കാര്യങ്ങൾ CPI എതിർത്ത് സംസാരിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇത് ഭയന്നാണോ, ഇതൊക്കെ കൊണ്ടാണോ ഇവർക്ക് ഈ ഭയമൊന്നും ചിന്തിക്കേണ്ടിയിരിക്കുന്നത്. അതായത് തങ്ങൾക്ക് ഇനി നാളെ എന്തെങ്കിലും ചെയ്യേണ്ടി വന്നാൽ ഇവർ എതിർപ്പായിട്ട് നിൽക്കുമോ, ഈ സ്ഥാനം നൽകിയാൽ അതൊരു പ്രശ്നമാകുമോ എന്നുള്ള ഭയമായിരിക്കും അവരെ കൊണ്ട് ഈ ഉപനേതൃസ്ഥാനം നൽകാനൊരു വിസമ്മതം നൽകുന്നു. അതെ, തീർച്ചയായിട്ടും അതിന് സാധ്യതയുണ്ട്. കാരണം CPM എന്നുള്ള പാർട്ടിയിൽ ജനാധിപത്യം എന്ന് പറയുന്ന ഒരു സംഭവമേ ഇല്ല. കോക്കസ് ഗ്രൂപ്പ് തീരുമാനിക്കുന്നു, അത് താഴെത്തട്ടിലേക്ക് വാർത്തകളായി വരുന്നു അല്ലെങ്കിൽ റിപ്പോർട്ടുകളായി വരുന്നു. ഇത് അനുസരിക്കുന്നു എന്നുള്ളതിനേക്കാൾ ഉപരി സ്വന്തമായ അഭിപ്രായം രേഖപ്പെടുത്താൻ CPMനുള്ളിൽ പോലും കഴിയുന്നില്ല. അപ്പോൾ മറ്റൊരു ഘടകകക്ഷി വന്ന് തങ്ങൾക്ക് താല്പര്യമില്ലാത്ത കാര്യങ്ങൾ അടിച്ചേൽപ്പിക്കാൻ സാധ്യതയുണ്ട് എന്ന് തോന്നിയാൽ സ്വാഭാവികമായിട്ടും അവർക്കത് ബുദ്ധിമുട്ടാകും. ഞാൻ ഈ പറഞ്ഞതുപോലെ CPI തനിക്ക് മുകളിൽ വളരുമോ അല്ലെങ്കിൽ CPI നമ്മുടെ തീരുമാനങ്ങൾക്ക് വിലങ്ങുതടിയാകുമോ എന്നുള്ള ഭയമൊക്കെ ആയിരിക്കാം ഈ പറഞ്ഞ തീരുമാനങ്ങൾക്കെല്ലാം പിന്നിൽ. ഇതിന് ഈ പറഞ്ഞ നമ്മുടെ മുന്നണി കൺവീനർ കൂടി കൂട്ടു നിൽക്കുമ്പോൾ എനിക്ക് തോന്നുന്നു CPIക്ക് മുന്നണിയോട് ഉള്ള തന്നെ വിശ്വാസം നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ UDFിലേക്ക് വരുമോ എന്നുള്ളതിനേക്കാൾ സ്വന്തം മുന്നണിയിൽ വിശ്വാസം നഷ്ടപ്പെടുക എന്ന് പറയുന്നത് ഇടതുപക്ഷത്തെ സംബന്ധിച്ച് വലിയൊരു തോൽവി തന്നെയാണ്.